യുഡേസിൻ്റെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി യുഡേസ് വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് അതിൽ സ്റ്റുഡൻറ്റ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നതിൽ കേരള സെലക്ട് ചെയ്ത് ഗോ കൊടുക്കുക. തുടർന്ന് ലോഗിൻ ഫോർ സ്റ്റുഡൻറ്റ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം മൊഡ്യൂൾ കേരള എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് യുഡേസിൽ നേരത്തെ പറഞ്ഞ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക. തുടർന്ന് ഓപ്പൺ ചെയ്ത് വന്നാൽ 2022, 23, 24 എന്നിങ്ങനെ 2 അധ്യയന വർഷത്തെ ഡാറ്റാസ് അവിടെ കാണാം. അതിൽ നമുക്ക് ആവശ്യമുള്ളത് 23, 24 അധ്യയന വർഷത്തെയാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോ ക്ലോസ് ചെയ്യുക. അപ്പോൾ കാണുന്ന സ്കൂൾ ഡാഷ്ബോർഡിൽ നിങ്ങളുടെ ഈ വർഷത്തെ ക്ലാസ്സും ഡിവിഷനും അവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ വലതുഭാഗത്തായി വ്യൂ മാനേജ് ഓപ്ഷനിലൂടെ ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുഴുവനായും അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ആദ്യം പരിശോധിക്കുക. അവിടെ നിങ്ങൾ പരിശോധിച്ചാൽ ഈ വർഷത്തെ ന്യൂ അഡ്മിഷൻ കുട്ടികളൊന്നും തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ ഡിവിഷനിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള ന്യൂ അഡ്മിഷൻ കുട്ടികളുടെ നിങ്ങളുടെ ക്ലാസ്സുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി അടുത്ത ഭാഗത്തുള്ള പ്രോഗ്രഷൻ ആക്ടിവിറ്റി എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് അവിടെ രണ്ടാമതായിട്ടുള്ള ഇമ്പോർട്ട് മോഡ്യൂൾ എന്ന ഓപ്ഷനിൽ ഗോ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പുതുതായി ചേർന്ന കുട്ടികളുടെ പെൻ നമ്പർ കിട്ടേണ്ടതുണ്ട്. അതിനായി കുട്ടിയുടെ ആധാർ നമ്പറും കുട്ടിയുടെ ജനന വർഷവും സെലക്ട് ചെയ്തുകൊണ്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പെർമനൻ്റ് എഡ്യൂക്കേഷൻ നമ്പർ എന്ന കുട്ടിയുടെ പെൻ നമ്പർ ലഭിക്കുന്നതാണ്. അപ്രകാരം ലഭിച്ച പെൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തുകൊണ്ട് കുട്ടിയെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ കഴിഞ്ഞ വർഷം പഠിച്ച സ്കൂളിൽ നിന്നും പ്രോഗ്രഷൻ കൊടുത്താൽ മാത്രമേ ഇവിടെ മറ്റു വിവരങ്ങൾ എൻ്റർ ചെയ്തുകൊണ്ട് ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ ഡിവിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇവിടെ ഞാൻ കൊടുത്ത ഈ കുട്ടിയും അവരുടെ പഠിച്ച സ്കൂളിൽ നിന്ന് പ്രോഗ്രഷൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പുതിയ കുട്ടികളുടെ വിവരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ നിലവിലുള്ള പഴയ കുട്ടികളുടെ വിവരങ്ങൾ എൻ്റർ ചെയ്തുകൊണ്ട് ഡാറ്റ പൂർത്തീകരിച്ച ശേഷം ഏറ്റവും അവസാനമായി മാത്രം ന്യൂ അഡ്മിഷൻ കുട്ടികളുടെ കാര്യം നോക്കിയാൽ മതി.